കുടിയേറ്റ നിയമങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് UK ഭരണകൂടം ഒരുങ്ങുകയാണ്. അഭയാർത്ഥി പദവി അല്ലെങ്കിൽ റെഫ്യൂജി സ്റ്റാറ്റസ് താൽക്കാലികമാക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ നിയമപരമായ സ്ഥിരതാമസം അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ILR നേടാനുള്ള കാലയളവ് വർദ്ധിപ്പിച്ച് വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കാനാണ് നീക്കം. പൊതുജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് അറിയിച്ചു. സ്ഥിരതാമസം സംഭാവനകളിലൂടെയും സംയോജനത്തിലൂടെയും നേടേണ്ട ഒരു പ്രത്യേക അവകാശമാണെന്ന് അവർ വ്യക്തമാക്കി. പുതിയ നീക്കമനുസരിച്ച് ചില കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസം ലഭിക്കാൻ 30 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. UK-യിൽ സ്ഥിരതാമസമാക്കുക എന്നത് ഒരു അവകാശമല്ലെന്നും ആനുകൂല്യമാണെന്നും ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് ചൂണ്ടിക്കാട്ടി. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് ഭരണകൂടം പദ്ധതിയിടുന്നത്. ചെറു ബോട്ടുകളിൽ രാജ്യത്ത് അനധികൃതമായി പ്രവേശിക്കുന്നവർക്കും വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തുടരുന്നവർക്കും എതിരെ നടപടി സ്വീകരിക്കും. ഇത്തരത്തിലുള്ളവർക്ക് 30 വർഷം വരെയെങ്കിലും സ്ഥിരതാമസത്തിന് കാത്തിരിക്കേണ്ടി വരും. ഭൂരിഭാഗം നിയമപരമായ കുടിയേറ്റക്കാർക്കും സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയരും. കെയർ അസിസ്റ്റൻസ് അടക്കമുള്ള ബിരുദം ആവശ്യമില്ലാത്ത ജോലികൾ, അതായത് ലോ സ്കിൽഡ് ജോലികൾക്ക് ചെയ്യുന്നവർക്ക് ഇത് 15 വർഷമായിരിക്കും. ഒരു വർഷത്തിൽ കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർക്ക് സ്ഥിരതാമസത്തിനുള്ള കാത്തിരിപ്പ് സമയം 25 വർഷം വരെ നീളാം. 12 മാസത്തിൽ കുറവ് ക്ഷേമസഹായം കൈപ്പറ്റിയവർക്ക് 5 വർഷത്തെ അധിക കാലതാമസവും ഉണ്ടാകാം. പുതിയ വ്യവസ്ഥകൾ അനുസരിച്ച് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുന്നവർ ക്രിമിനൽ രേഖകൾ ഇല്ലാത്തവരായിരിക്കണം. കുറഞ്ഞത് 3 വർഷത്തെ നാഷണൽ ഇൻഷുറൻസ് പേയ്മെന്റുകൾ ഉണ്ടായിരിക്കണം. വിസ അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് ചെലവുകൾക്കായി സർക്കാരിന് കുടിശ്ശികയുള്ള കടങ്ങൾ ഉണ്ടാകരുത്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം A ലെവലിന് തുല്യമായിരിക്കണം. അതേസമയം ചില വിഭാഗക്കാർക്ക് വേഗത്തിൽ സ്ഥിരതാമസ യോഗ്യത നേടാൻ UK അവസരം നൽകുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് സർവീസ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും 5 വർഷത്തിന് ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാം. ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. ഏറ്റവും ഉയർന്ന 45% നികുതി നൽകുന്നവർക്ക് 3 വർഷത്തിനുള്ളിൽ യോഗ്യത നേടാൻ കഴിയും. റിപ്പോർട്ടുകൾ പ്രകാരം 1,25,000 പൗണ്ടിലധികം, അതായത് 1.45 കോടി രൂപയിലധികം ശമ്പളമുള്ള വിസ ഉടമയ്ക്ക് കുടിയേറി 3 വർഷത്തിന് ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാം. അതേസമയം UK സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് വർദ്ധിപ്പിക്കാനുള്ള നീക്കം കുടിയേറ്റ നയത്തിലെ ഒരു പ്രധാന മാറ്റമാണ്. ഇത് UK-യിലെ കുടിയേറ്റക്കാരെയും ഭാവിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരെയും കാര്യമായി ബാധിക്കും. നിയമവിരുദ്ധമായി പ്രവേശിക്കുന്നവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ കുടിയേറ്റ സംവിധാനത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ UK-യിലേക്ക് കുടിയേറിയ സ്ഥിരതാമസക്കാർ ഒഴികെയുള്ള എല്ലാവർക്കും പുതിയ നീക്കം ബാധകമായേക്കാം. നിലവിലെ നടപടിക്രമങ്ങളിൽ 2030-നകം ഏകദേശം 20 ലക്ഷത്തിലധികം പേർ സ്ഥിരതാമസത്തിന് യോഗ്യരാകുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. നേരത്തെ UK-യിലെ അഭയാർത്ഥി പദവി താൽക്കാലികമാക്കാനും ഈ വിഭാഗക്കാർക്ക് സ്ഥിരതാമസം നേടാനുള്ള കാലയളവ് 20 വർഷമായി വർദ്ധിപ്പിക്കാനും ഭരണകൂടം തീരുമാനിച്ചിരുന്നു. നേരത്തെ 5 വർഷമായിരുന്നു സ്ഥിരതാമസ യോഗ്യതാ കാലയളവ്. അഭയാർത്ഥി പദവി ഓരോ 2.5 വർഷത്തിലും അവലോകനം ചെയ്യാനാണ് നീക്കം. അതിനുശേഷം അഭയാർത്ഥി പദവി നൽകിയ വ്യക്തിക്ക് ഒന്നെങ്കിൽ പദവി നീട്ടി നൽകാനോ ഒഴിവാക്കാനോ തീരുമാനിക്കും. ബ്രിട്ടന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി നയ പരിഷ്കരണങ്ങളാണ് നടപ്പിലാക്കുന്നത്.